നമ്മൾ എപ്പോഴാണ് ഒരു നല്ല സ്റ്റുഡൻ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം അറിയാം എന്നുള്ള മുൻവിധി ഇല്ലാതെ നമ്മൾ പഠിക്കുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇക്കാര്യം എനിക്ക് അറിയാമെന്നുള്ള മുൻവിധി ഇല്ലാതെ പഠിക്കുമ്പോൾ ഞാൻ ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ എനിക്കറിയുന്ന ഒരു ടെക്നിക്കൽ കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കും എനിക്കത് അറിയില്ല. എന്നിട്ട് നമ്മളത് ഫുള്ളായിട്ട് പഠിക്കും, ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ നോക്കും. കാരണം നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ഒരു കാര്യം പഠിക്കുന്നത് നമ്മളത് റിസീവ് ആവില്ല. ഇപ്പോൾ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ്, ഷെയ്ഡിങ് മെത്തേഡ്, നമുക്ക് ഷെയ്ഡിങ് മെത്തേഡ് ഓൾറെഡി അറിയാം എന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റും വെച്ച് ആ കോഴ്സിനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പുതുതായിട്ടൊന്നും ആ കോഴ്സിൻ്റെ അകത്ത് നിന്ന് കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ബ്രെയിൻ ക്ലിയർ ആക്കും. ഞാൻ എപ്പോഴും പുതിയ കാര്യം പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്, ഫുൾ ക്ലിയർ ചെയ്യുക, എനിക്കൊന്നും അറിയില്ല, എന്നിട്ട് ഓപ്പൺ ചെയ്യും, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ആൻഡ് ആ റിസൾട്ടിൽ നിന്നാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ കാണുന്നുള്ള ഇൻഫർമേഷൻ അല്ല, നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്ന റിസൾട്ടിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.